നമസ്കാരം. സ്വാഗതം നിലപാടിലേക്ക്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയിലേക്ക് ഒരു ചുവട് വയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ. മൂന്നാം വട്ടം മുന്നണി ബലത്തിലാണ് ഭരണമെങ്കിലും സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ വഴികളിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല എന്ന് രാജ്യത്തോട് പറയുന്നു മോദി. ഭരണഘടനയിൽ ഗൗരവതരമായ തിരുത്തുകൾ വേണ്ടിവരുന്ന നിയമത്തിൽ BJPയുടെയും അവരുടെ സ്വന്തക്കാരുടെയും മാത്രം പിന്തുണ മതിയാവില്ല മോദിക്ക് ഇത്തവണ. പൗരത്വ നിയമവും കശ്മീരിനെ വെട്ടിമുറിക്കലും ഒന്നും പോലെ ഒറ്റ രാത്രി കൊണ്ട് ചുട്ടെടുക്കാൻ കഴിയുന്നതല്ല ഈ നിയമം അല്ലെങ്കിൽ നിയമമാറ്റം. എന്നാലും മോദി അതിന് ഇറങ്ങിത്തിരിക്കുന്നു. അതെന്തിനായിരിക്കും? ആത്യന്തികമായി പുതിയ തെരഞ്ഞെടുപ്പ് രീതി കൊണ്ട് ഹിന്ദുത്വർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെലവ് കുറയ്ക്കാമെന്നും വികസന മുരടിപ്പൊഴിവാക്കാമെന്നുമൊക്കെയുള്ള ജനപ്രിയ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞെടുത്താൽ മോദിയുടെ ഉള്ളിലിരിപ്പ് രാജ്യത്തിന് പിടികിട്ടാതിരിക്കുമോ? ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ രാജ്യത്തെ പിടിച്ചിട്ടാൽ ബഹുസ്വര ജനാധിപത്യം എന്ന നമ്മുടെ അടിസ്ഥാന ആശയത്തിന് പിന്നെ എവിടെയായിരിക്കും സ്ഥാനം? സംസ്ഥാന നിയമസഭകൾക്ക് കാലം തികയ്ക്കാനാകുമെന്ന് പിന്നെ എന്താണ് ഉറപ്പ്? എല്ലാ അർത്ഥത്തിലും ചക്രവർത്തി ഭരണം കൊതിക്കുന്ന ഒരു സംഘത്തിൻ്റെ നിഗൂഢ രാഷ്ട്രീയ പദ്ധതിയാണിത്. എക്കാലവും BJP മാത്രം കേന്ദ്രത്തിൽ ഭരിക്കണമെന്ന അതിമോഹമാണ് അതിന് പിന്നിൽ. അതിനെ ചെറുക്കാൻ ജനാധിപത്യം ചത്തുപോയിട്ടില്ലാത്ത ഈ നാട്ടിലെ ജനതയ്ക്ക് ബാധ്യതയുണ്ട്. NDA മുന്നണിക്കകത്തു പോലും ശരിയായ സമവായം ഇനിയും സാധ്യമായിട്ടില്ലാത്ത ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് മോദി സർക്കാർ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി നൽകിയ റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു. കോവിന്ദ് കമ്മിറ്റിയുടെ ശുപാർശകളിന്മേൽ തുടർ നടപടികൾക്കായി പുതിയ സമിതിയെ ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കുന്നു. രാജ്യത്ത് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് നീക്കം. ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ചും 100 ദിവസത്തിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്തണം എന്നാണ് കോവിന്ദ് സമിതിയുടെ നിർദ്ദേശം. ഈ ശൈത്യകാല സമ്മേളനത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനൊരുങ്ങുന്നു കേന്ദ്രം. 2029 മുതൽ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന മോഹവുമായാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ 17 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ കാലാവധി 3 വർഷത്തിൽ താഴെയായി ചുരുക്കേണ്ടി വരും. കേരളത്തിൽ 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. മോദിയുടെ പുതിയ നിയമം നടപ്പിലായാൽ കേരളത്തിലെ അടുത്ത നിയമസഭയ്ക്ക് 3 വർഷം മാത്രമേ ആയുസ്സുണ്ടാവൂ. നിയമസഭകൾ എപ്പോൾ നിലവിൽ വരുന്നു എന്നത് ഈ നിയമപ്രകാരം പ്രസക്തമല്ല. ലോക്സഭയുടെ കാലാവധി എപ്പോൾ കഴിയുന്നു എന്നതിനനുസരിച്ച് എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കും. അതാണ് മോദിക്ക് വേണ്ടി രാംനാഥ് കോവിന്ദ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലെ നിർദ്ദേശം. പ്രതികരണം തേടിയ 47 പാർട്ടികളിൽ ബഹുഭൂരിപക്ഷവും പുതിയ തെരഞ്ഞെടുപ്പ് രീതിയെ പിന്തുണച്ചു എന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അവകാശപ്പെടുന്നത്. ബഹുജന പ്രതികരണത്തിലും പുതിയ സംവിധാനത്തോടുള്ള പിന്തുണ പ്രകടമാണെന്ന് കമ്മിറ്റി പറയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസും ആം ആദ്മിയും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ശിവസേനയുമെല്ലാം ഈ നിയമത്തോട് ശക്തമായ എതിർപ്പുമായി രംഗത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, പൗരത്വ നിയമമോ കശ്മീർ നിയമമാറ്റമോ ഒന്നും പോലെ നടപ്പുള്ള കാര്യമല്ല ഇപ്പോഴീ കൊണ്ടുവരുന്ന ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി എന്നതാണ്. കാരണം ഭരണഘടനയുടെ 5 വകുപ്പുകളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടേ ഈ സംഗതി സാധ്യമാക്കാൻ കഴിയും. പാർലമെൻറ്റിൻ്റെ കാലാവധിയെക്കുറിച്ച് പറയുന്ന 83-ാം വകുപ്പ്, ലോക്സഭ പിരിച്ചുവിടൽ പ്രതിപാദിക്കുന്ന 85-ാം വകുപ്പ്, നിയമസഭകളുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന 174-ാം വകുപ്പ്, രാഷ്ട്രപതി ഭരണം പ്രതിപാദിക്കുന്ന വകുപ്പ് എന്നിവയിലാണ് ഭേദഗതി അനിവാര്യമാകുന്നത്. ഈ ഭേദഗതികൾക്ക് ഇരുസഭകളിലും 3/2 ഭൂരിപക്ഷവും സംസ്ഥാന നിയമസഭകളിൽ പാതിയുടെ അംഗീകാരവും വേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റിൽ പോലും ഒറ്റയ്ക്കൊരു നിയമം പാസാക്കിയെടുക്കാൻ കഴിയുമെന്നില്ല BJPക്കില്ല. അങ്ങനെയിരിക്കെ ഭരണഘടനാ ഭേദഗതി അവരെ കൊണ്ട് ഇപ്പോൾ കൂട്ടിയാൽ കൂടാത്ത സംഗതിയാണ്. പക്ഷെ നടക്കില്ലെന്ന് ഉറപ്പുള്ളപ്പോഴും ഈ രാഷ്ട്രീയ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്നെങ്കിലും ഒരിക്കൽ നടക്കേണ്ടത് എന്ന മട്ടിൽ ഒരു പദ്ധതി ആശയം തുടങ്ങി വയ്ക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത് നിലനിർത്തുകയും ചെയ്യുകയാണ് സംഘപരിവാരം. ജനപ്രിയമായ കാരണങ്ങളുടെ മേമ്പൊടിയിലാണ് ആശയം അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജനപിന്തുണ ആർജിച്ചെടുക്കാം എന്ന കണക്കുകൂട്ടലും BJPക്കുണ്ട്. അതുമാത്രവുമല്ല,
മുന്നണി ഭരണത്തിലാണ് എന്നതുകൊണ്ട് ആശയപരമായി പിന്നോട്ട് പോയി എന്ന് ആരും വിചാരിക്കേണ്ട എന്ന സന്ദേശവും മുഷിഞ്ഞു നിൽക്കുന്ന RSS നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കുക പോലെയുള്ള ആഗ്രഹങ്ങളുമെല്ലാം ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ടാവാം. ഒരു രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് മാത്രം നടത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ ഈ നിലപാട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ബഹുജന ശ്രദ്ധ ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാൻ സാധിക്കുന്ന അവസരത്തിലാണ് ജനാധിപത്യമെന്ന് നമ്മൾ പറയുന്നതും പേരിട്ടതും. ആ ജനാധിപത്യം അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളണം. എല്ലാ ആളുകളെയും ഈ രാജ്യത്ത് വേണം. എല്ലാ മതങ്ങളും ജാതികളും ഭാഷകളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുസമ്പത്താണ്. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ആ പ്രത്യേകതയെ അട്ടിമറിക്കാൻ BJP ഗവൺമെന്റ് അല്ല ആര് വിചാരിച്ചാലും അത് സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നല്ല ആശയമല്ലേ എന്ന് നിഷ്കളങ്കമായി അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്തൊക്കെയാണ് ഈ ഏർപ്പാടിന് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ന്യായങ്ങൾ? സംസ്ഥാന അസംബ്ലികളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും വെവ്വേറെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് ചെലവഴിക്കുന്ന പണം ഗണ്യമായി ലാഭിക്കാമെന്നതാണ് സംയുക്ത തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള പ്രാഥമിക വാദം. ചില റിപ്പോർട്ടുകൾ പ്രകാരം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 60,000 കോടി രൂപയാണ് ചെലവഴിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ചെലവാക്കുന്ന പണവും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ചെലവുകളുമെല്ലാം ചേർത്തതാണ് ഈ തുക. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവർത്തിച്ച് വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ വേറെയും കണക്ക് കൂട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും അനുബന്ധ ജോലിയും കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും സർക്കാർ സംവിധാനങ്ങൾക്ക് അവരുടെ പതിവ് ജോലികൾ മുടക്കേണ്ടി വരുന്നു എന്നതാണ് മറ്റൊരു ന്യായം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കാനോ നടപ്പാക്കാനോ സാധിക്കുന്നില്ല എന്നതാണ് സർക്കാരിൻ്റെ മറ്റൊരു ന്യായവാദം. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടെ ഉദ്യോഗസ്ഥരും നിബന്ധനകളുടെ തടവിലാകുന്നുവെന്നും സ്വതന്ത്രരായി ഇടപെടാനാകുന്നില്ല എന്നും സർക്കാരിന് വാദമുണ്ട്. ഒരേ സമയം നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ വോട്ടർ ടേൺഔട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയേക്കാമെന്നും ഒരുമിച്ച് വോട്ട് ചെയ്യുന്നത് പൗരന്മാർക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കുമെന്നും സർക്കാർ പ്രചരിപ്പിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ എല്ലാം ആകർഷകമാണ്. പണവും സമയവും വികസന മോഹങ്ങളുമെല്ലാം തച്ചുടയ്ക്കുന്ന അടിക്കടി വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതാക്കാൻ മോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തുന്ന ശ്രമങ്ങൾ ഗുണപരമാണെന്ന് തോന്നും. പക്ഷേ ഗുണങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതിയോ നാം? ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഗുണത്തേക്കാൾ ഏറെ ഗുരുതരമായ അപകടങ്ങൾ കൊണ്ടുവരും എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്തിൻ്റെ ഗുണത്തേക്കാൾ തങ്ങളുടെ ഗുണം എന്നതാണ് മോദിയുടെയും സംഘിൻ്റെയും ലക്ഷ്യമെന്ന് വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഭരണത്തിലും രാഷ്ട്രീയത്തിലും പല കക്ഷികൾക്ക് പങ്കാളിത്തവും ഇടവും ഉള്ള നാടാണ് ഇന്ത്യ. ഏതെങ്കിലും ഒന്നോ രണ്ടോ പാർട്ടികളുടെ മാത്രം അപ്രമാദിത്വവും ആധിപത്യവുമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉള്ളത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പേരിൽ വിവിധ ദേശീയതകളെ, വിവിധ ജനപഥങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്ര ആശയം നാം സാധ്യമാക്കിയിരിക്കുന്നത്. ആ ബഹുസ്വരതയുടെ പ്രകാശനം രാഷ്ട്രീയ പാർട്ടികളിലും കാണാൻ കഴിയും. ഓരോ ദേശത്തെയും സവിശേഷതകളെ പ്രതിനിധാനം ചെയ്യുന്ന നിരവധിയായ പാർട്ടികൾ ചേർന്നതാണ് നമ്മുടെ ഭരണകൂട രൂപം. 50-ലധികം പ്രാദേശിക പാർട്ടികൾ ഇന്ത്യ മഹാരാജ്യത്ത് സജീവമായി പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. പരമാവധി വൈവിധ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, പ്രകാശിപ്പിക്കുന്ന, ആരോഗ്യകരമായ ഈ ഘടനയെ തകർത്തെറിയാനല്ലാതെ പരിപോഷിപ്പിക്കാൻ പുതിയ സംവിധാനത്തിന് കഴിയില്ല. സംഘപരിവാരവും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. പരമാവധി കളിക്കാരെ കളിക്കളത്തിൽ നിന്ന് ഒഴിവാക്കുക. ഒന്നോ രണ്ടോ പാർട്ടികൾ, കഴിയുമെങ്കിൽ ഒരു പാർട്ടി മാത്രം എന്നതാണ് അവരുടെ സ്വപ്നം. ഒറ്റ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം നടപ്പിലാക്കിയാൽ പ്രാദേശിക കക്ഷികളുടെ പ്രസക്തി എങ്ങനെയാണ് ഇല്ലാതാവുക എന്ന സ്വാഭാവിക ചോദ്യം അവിടെ ഉയർന്നു വന്നേക്കാം. തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും മത്സരിക്കാമല്ലോ. അങ്ങനെയല്ല. നോക്കൂ, അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെയും ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെയും അജണ്ടയും മുദ്രാവാക്യങ്ങളും എപ്പോഴും വ്യത്യസ്തമായിരിക്കും. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പ്രാദേശിക വിഷയങ്ങളാണ്. തദ്ദേശ സർക്കാരുകളെ ഓഡിറ്റ് ചെയ്യാനുള്ള അവസരമായി ജനങ്ങൾക്ക് അത് കിട്ടേണ്ടതുണ്ട്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്
ദേശീയ തെരഞ്ഞെടുപ്പിന് ഒപ്പം നടത്താൻ കഴിയുക? അങ്ങനെ വന്നാൽ ദേശീയ അജണ്ടയുടെ വർദ്ധിത ആരവത്തിനകത്ത് പ്രാദേശിക പ്രശ്നങ്ങൾ ഒടുങ്ങിപ്പോവുകയാണ് ചെയ്യുക. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി മോദിയും സംഘവും ഉയർത്തിയ അതിദേശീയത, പട്ടാള സ്നേഹം, അന്യമത വിരോധം ഇതുപോലെയുള്ള സംഗതികളാണോ കേരള സംസ്ഥാന നിയമസഭയിലും വിഷയമാവേണ്ടത്? അങ്ങനെ സംഭവിച്ചാൽ BJPക്ക് ഇടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും അവർക്ക് പ്രധാന കളിക്കാരായി മാറാൻ കഴിയും. ആ മോഹസാക്ഷാത്കാരത്തിന് വേണ്ടി കൂടിയാണ് ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി അവർ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഇതിനു മുൻപും ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടല്ലോ എന്ന ചോദ്യം അവിടെയുണ്ട്. രാജ്യത്ത് പൊതുവിലും പ്രാദേശിക തലത്തിൽ പ്രത്യേകമായും ഉയർന്നു വന്ന രാഷ്ട്രീയമായ ദിശാമാറ്റങ്ങൾ, സാമൂഹ്യ മാറ്റങ്ങൾ ഇപ്പോഴത്തെ രീതിയിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മാറ്റി എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം 1967 വരെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് തന്നെയാണ് നടന്നിരുന്നത്. എന്നാൽ അത് വിജയിച്ച ഒരു മാതൃകയായിരുന്നോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. 1967 നിലവിൽ വന്ന ലോക്സഭ പിരിച്ചുവിട്ട് 70 ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയതാണ് ചരിത്രം. അടിയന്തരാവസ്ഥ നീട്ടി 77 പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നത്. 80-ലും 84-ലും 91-ലും 98-ലുമെല്ലാം പിന്നീട് ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ അരങ്ങേറി. ഈ ചരിത്ര വസ്തുതയെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും ജനഹിതം നിർണ്ണയിക്കപ്പെടുന്ന സാഹചര്യം സംജാതമാകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ. രാംനാഥ് കോവിന്ദിൻ്റെ നിർദ്ദേശപ്രകാരം ലോക്സഭയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നതിനാണ് പ്രാധാന്യം. നിയമസഭയുടെ സമയം അതിൽ പരിഗണിക്കേണ്ടതില്ല. മുൻപ് പറഞ്ഞതുപോലെ 2029 പുതിയ നിയമം നടപ്പിലായാൽ കേരളമടക്കം 17 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ കാലാവധി 3 വർഷത്തിൽ താഴെയായി ചുരുക്കേണ്ടി വരും. അത് എന്തൊരു അനീതിയായിരിക്കും. പരാജയത്തിൻ്റെ സാധ്യതകൾ മാത്രമുള്ളൊരു മാതൃകയെ രാജ്യത്തിൻ്റെ മേൽ സ്വാർത്ഥ താൽപ്പര്യത്താൽ അടിച്ചേൽപ്പിക്കാനാണ് മോദി സർക്കാരിൻ്റെ ശ്രമം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അപ്രായോഗികവും അശാസ്ത്രീയവുമാണ്. അത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ളതാണ്. ഇപ്പോഴത്തെ പാർലമെന്ററി ജനാധിപത്യത്തെ തകർത്ത് പ്രസിഡൻഷ്യൽ ഡെമോക്രസി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇതിൽ BJPയുടെ നിഗൂഢമായ ഒരു അജണ്ടയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏകാധിപത്യ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുക, ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക. അതിനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ മുദ്രാവാക്യം മുഴക്കുന്നത്. മോദിയുടെയും അമിത്ഷായുടെയും അതിമോഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഈ ആശയം നടപ്പിലാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികളും കക്ഷികളും അനുവദിക്കുകയില്ല. തെരഞ്ഞെടുപ്പിൽ ചെലവാക്കപ്പെടുന്ന പണത്തിൻ്റെ ഒഴുക്ക് സഹിക്കാനാവാതെയാണത്രേ മോദിയും BJPയും ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് ചുവടുമാറുന്നത്. 3/4 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്താൽ വോട്ടിന് വേണ്ടി ഇത്രയും പണമൊഴുക്കിയ ഒരു പാർട്ടിയും BJP അല്ലാതെ മറ്റൊന്നുണ്ടാവില്ല. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ BJP കുത്തിയൊഴുക്കിയത് ആയിരക്കണക്കിന് കോടികളാണെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പോലെയുള്ള ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ രാജ്യത്തെ വൻകിടക്കാരിൽ നിന്ന് ഏറ്റവും അധികം തുക പിഴിഞ്ഞോ എടുത്ത പാർട്ടിയുടെ പേരും BJP എന്നാണ്. എന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ പണച്ചെലവിനെക്കുറിച്ച് മോദി വേദനിക്കുന്നത് എന്നിടത്താണ് നാണം കെട്ട വൈരുദ്ധ്യം. ഇനിയിപ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് മാറിയാൽ രാഷ്ട്രീയ പാർട്ടികൾ ചെലവിടുന്ന ഈ പണത്തിൻ്റെ കണക്ക് കുറയുമോ? അതിന് എന്തുറപ്പാണ് മോദിക്ക് തരാൻ കഴിയുക? കമ്മീഷൻ ചെലവാക്കുന്ന പണത്തിൻ്റെ ചെലവിലും കുറവ് വരുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ അമിതമായി കുത്തിയൊഴുക്കുന്ന പണവും അതില്ലാതാക്കുന്ന സുതാര്യതയും ചർച്ചയ്ക്ക് വന്ന ഘട്ടത്തിലെല്ലാം അതിനോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ച പാർട്ടിയാണ് ഇപ്പോൾ പണനിയന്ത്രണത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. ആര് വിശ്വസിക്കാനാണ് ഇത്? വികസനത്തിൻ്റെ കാര്യമാണ് മറ്റൊന്ന്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നതുകൊണ്ട് മുടങ്ങിപ്പോയ മോദിയുടെ പദ്ധതികൾ ഏതൊക്കെയാണ്? ഏത് സിദ്ധാന്തത്തിനും വേണ്ടേ യുക്തിയുടെ, സത്യത്തിൻ്റെ ഒരു കണിക? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഇത് RSS അജണ്ടയാണ്. നിലവിലുള്ള ജനാധിപത്യ ക്രമത്തെ ഇല്ലാതാക്കുകയും ക്രമേണ കേന്ദ്രീകൃത ഏകാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തെ പ്രതിഷ്ഠിക്കുന്നതിനുമായിട്ടാണ് BJP ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രസിഡൻഷ്യൽ ഭരണം എന്ന ആശയത്തോട് പ്രതിപത്തിയുള്ളവരാണ് RSSുകാർ.
ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാണെന്നും പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ നേതൃത്വമാണ് ഇന്ത്യ എന്നും ഭരിക്കേണ്ടതെന്നും വിചാരിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയിലാണ് അവരുടെ ആശയം കുടികൊള്ളുന്നത്. ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാകുന്നതോടെ പ്രാദേശിക പാർട്ടികളുടെ പ്രാധാന്യവും പ്രസക്തിയും പതിയെ ഇല്ലാതെയാവും. അമേരിക്കയിലെയും മറ്റും പോലെ 1-2 പ്രധാന പാർട്ടികൾ മാത്രം അവശേഷിക്കും. ഒടുവിൽ അത് ഒരു പാർട്ടി മാത്രമായി മാറുമെന്ന് ഹിന്ദുത്വർ സ്വപ്നം കാണുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി BJPയെ ശരിക്കും വലിയ ആശങ്കയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തീവ്ര ആശയങ്ങളോ വികസന വാചാടോപങ്ങളോ മോദിയുടെ പ്രതിച്ഛായയോ ഇനി സുഗമമായ വിജയം കൊണ്ടുവരില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ മറ്റ് സാധ്യതകളിലേക്ക് കടക്കുകയാണ് BJP എന്ന് വിചാരിക്കണം. ദീർഘകാലം അധികാരം കൈയാളാൻ ഇത്തരം വളഞ്ഞ വഴികളിലൂടെയല്ലാതെ മാർഗമില്ലെന്ന് അവർ തിരിച്ചറിയുന്നു. പക്ഷേ ഏക സിവിൽ കോഡിലേതുപോലെ ഈ നിയമത്തിലും ഗുരുതരമായ സെൽഫ് ഗോളുകളുണ്ടെന്നും BJPക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കൂ. കശ്മീരിനും ഹരിയാനയ്ക്കും ഒപ്പം മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്താൻ കഴിയുന്ന സാഹചര്യം രാജ്യത്തുണ്ടായിരുന്നു. പക്ഷെ അതിന് BJP തയ്യാറായില്ല. കാരണം മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്ന് BJPക്ക് അറിയാം. അവിടങ്ങളിലെ രാഷ്ട്രീയം സംഘിന് അനുകൂലമായി പരുവപ്പെടുത്തുന്നതിന് കൂടുതൽ സമയം ആവശ്യമുണ്ടെന്ന് അമിത്ഷായ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് അവർ സമയമെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒറ്റയടിക്ക് നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ വികസന പരിപാടികൾ മുടക്കം കൂടാതെ കൊണ്ടുപോകാമായിരുന്നല്ലോ. ഒറ്റ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചെറു മാതൃകയായി ഈ തെരഞ്ഞെടുപ്പുകളെ കാണാമായിരുന്നല്ലോ. പക്ഷേ BJPക്ക് അതിനുള്ള ത്രാണിയില്ല എന്നതാണ് ഇന്നത്തെ സത്യം. നടപ്പിലാക്കാൻ ഉടനെങ്ങും കഴിയാത്ത ഈ സംഗതി ഇപ്പോൾ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുകയും ഇത്തരം സാങ്കല്പികമായ സംഗതികളുടെ ആ മൂടുപടത്തിനകത്ത് രാഷ്ട്രത്തെ പിടിച്ചിടുകയുമാണ് അവരുടെ ലക്ഷ്യം. 3ാം തവണയും മോദി അധികാരത്തിലേറി 100 ദിവസം പിന്നിടുമ്പോഴും അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യത്തിന് മോചനമുണ്ടായിട്ടില്ല. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പോലെയുള്ള പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാതെ വൻകിട വികസന പദ്ധതികളെക്കുറിച്ച് വാചാലരാവുകയാണ് ഭരണ നേതൃത്വം. 100 ദിനം കഴിയുമ്പോൾ വിവേചനവും വർഗീയതയും വർഗീയ സംഘർഷങ്ങളും രാജ്യശരീരത്തെ കൂടുതൽ ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്നു. കാലിക്കടത്തും മറ്റും പറഞ്ഞ് ഹിന്ദുത്വർ നാട്ടിലാകെ അക്രമം അഴിച്ചുവിടുന്നു, ആളുകളെ കൊല്ലുന്നു. സകലത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും വികാരാവേശത്തിൽ ജനങ്ങളെ തളച്ചിടാനും ടീം മോദിക്ക് പുതിയ വിഷയങ്ങൾ ആവശ്യമുണ്ട്. അതുകൂടിയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ BJP ഗവൺമെൻറ്റിന് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. അത് ഒരു തട്ടിപ്പാണ്. കാരണം ഇപ്പോൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള തട്ടിപ്പാണ്. ഇവർ ഇത് BJPക്ക് വേണ്ടി ഒരു ഐ വാഷിംഗ് നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല. അത് മാത്രമല്ല, അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല. തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും. നിലവിൽ 6 രാജ്യങ്ങളിലാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന സമ്പ്രദായം നടപ്പിലാക്കി കാണുന്നത്. ജപ്പാനിലും ഇന്തോനേഷ്യയിലും ദക്ഷിണാഫ്രിക്കയിലുമൊക്കെ ഒറ്റ തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. പക്ഷെ നോക്കൂ, ഈ രാജ്യങ്ങളൊന്നും നമ്മുടെ അത്ര ബഹുസ്വരമല്ല. ഇന്ത്യക്കകത്തുള്ള അത്രയും പ്രാദേശിക ദേശീയതകൾ ഈ രാജ്യങ്ങളിലൊന്നുമില്ല. ഭാഷാപരമായും സംസ്കാരപരമായും ജീവിത പ്രശ്നങ്ങൾ കൊണ്ടുമൊന്നും ഇത്രയധികം വൈവിധ്യം നിറഞ്ഞതല്ല മറ്റൊരു രാജ്യവും എന്നതാണ് സത്യം. എന്നു മാത്രമല്ല, 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ ജനസംഖ്യ കൂടിയാണ് നമ്മൾ. ആ നമ്മെ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യവുമായി കൂട്ടിക്കെട്ടുന്നത് എന്തുമാത്രം വലിയ അബദ്ധമായിരിക്കും. ഇന്ത്യയുടെ അതിജീവനവും ആത്മാവും ഒരിക്കലും സംഘപരിവാരത്തിൻ്റെ ആത്മാർത്ഥമായ പരിഗണനാ വിഷയമായിരുന്നില്ല. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ അത് നമുക്ക് കാണാൻ കഴിയും. പരമത വിദ്വേഷവും അധികാര സ്വപ്നങ്ങളും മാത്രമുള്ളൊരു സംഘം രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കുമെന്ന് വിചാരിക്കാൻ ഒരു നിർവാഹവുമില്ല. This is not possible, practical in a country like ours. India is a country with tremendous diversities. ഒരു കാര്യം ഉറപ്പാണ്, ഒരു രാജ്യം, ഒരു നികുതി, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നേതൃത്വം, ഒരു ആശയം എന്നീ പ്രപ്പഗൻഡകൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആത്മാവിനെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ജീവനാഡിയായ ബഹുസ്വര ജനാധിപത്യത്തെ കടലിലെറിഞ്ഞ് ഹിന്ദുത്വ ഏകാധിപത്യത്തിലേക്ക് നമ്മെ വഴി നടത്താനാണ് അവരുടെ ശ്രമം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതിൻ്റെ ജീവൻ നിലനിർത്തുന്നത്
കൃത്യമായ ഇടവേളകളിൽ നടത്തപ്പെടുന്ന ശരിയായ ജനഹിത പരിശോധനകളിലൂടെയാണ്. പരമാവധി തെരഞ്ഞെടുപ്പുകൾ പരമാവധി ജനാധിപത്യമാണ് കൊണ്ടുവരിക എന്ന് നാം തിരിച്ചറിയണം. അതിന് ചെലവാക്കുന്ന പണം വെറും വോട്ടെടുപ്പ് കാലത്തെ എക്സ്പെൻസ് അല്ല, മറിച്ച് മറ്റു പല രാജ്യങ്ങളെയും പോലെ ശിഥിലമാകാതെ നാം നിലനിൽക്കുന്നതിന് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഈ പണച്ചെലവ് നമുക്ക് അനിവാര്യമാണ്. പ്രതിമകൾക്ക് ചെലവാക്കുന്നതിനേക്കാൾ പ്രയോജനമുള്ള പണമാണിത്. നോട്ട് നിരോധനം പോലെയുള്ള മഹാദ്രോഹങ്ങൾ ഈ രാജ്യത്തോട് ചെയ്തവരാണ് ഇപ്പോഴും ഇവിടെ ഭരിക്കുന്നത്. നമ്മുടെ നട്ടെല്ല് തകർക്കുന്ന പുതിയ പദ്ധതികൾക്ക് വലിയ വിപ്ലവത്തിൻ്റെ ആവരണമൊക്കെ ചാർത്താനുള്ള പ്രചാരണ സംവിധാനം അവർക്കുണ്ട്. പക്ഷേ ആത്യന്തികമായി അത്തരം പരിഷ്കാരങ്ങൾ നമ്മെ ഒരു തോറ്റ ജനതയാക്കുകയാണ് ചെയ്തത് എന്നോർക്കണം. നമുക്ക് വേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമമാറ്റങ്ങൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പിനെ പണക്കൊഴുപ്പിൻ്റെ കൂത്താട്ട വേദിയാക്കുന്നത് തടയാൻ എമ്പാടും മാർഗങ്ങൾ വേറെയുമുണ്ട്. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതും ഇതിൽ പ്രധാനമാണ്. കോടീശ്വരന്മാരുമായി ദുരൂഹ ബന്ധം നിലനിർത്തുന്ന ഭരണകൂട പാർട്ടിയും സുപ്രീം കോടതി പോലും ഭരണഘടനാ വിരുദ്ധമെന്ന് വിളിച്ച് റദ്ദാക്കിയ അവരുടെ ഇലക്ട്രൽ ബോണ്ടുകളും കൺമുന്നിൽ നിൽക്കെ ഈ ഖജനാവ് സ്നേഹത്തിൻ്റെ വാചാടോപങ്ങളെ നമുക്ക് തള്ളിക്കളയാം. രാഷ്ട്രത്തിൻ്റെ ആത്മാവ് കാണാത്ത സ്വാർത്ഥ പദ്ധതികളോട്, അധികാരമോഹികളുടെ അതിക്രിയകളോട് നോ പറയാം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.